In the fifth module, consolidation of soil, we have to discuss on the second lecture, theory of consolidation, and about the consolidation settlement, and on pre-consolidation pressure. First of all, we have to discuss about the theory of consolidation. The theory of consolidation is given by Terzaghi, and it gives the theory for the determination of rate of consolidation. ഒരു സോയിലിനകത്ത് നമ്മളൊരു സ്റ്റാറ്റിക് ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള റേറ്റ് ഓഫ് കൺസോൾട്ടേഷൻ ആണ് ഈ തിയറി ഓഫ് കൺസോൾട്ടേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഗിവ്സ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ദി ഡെപ്ത് ആൻഡ് ടൈം. ഒരു സാച്ചുറേറ്റഡ് സോയിലിനകത്ത് ഒരു ലോഡ് സ്റ്റാറ്റിക് ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വാട്ടർ പാർട്ടിക്കിൾ എസ്കേപ്പ് ചെയ്തിട്ടാണ് കൺസോൾട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ആ വാട്ടർ പാർട്ടിക്കിൾ ഡെവലപ്പ് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ വേരിയേഷൻ വിത്ത് ടൈം ആൻഡ് വിത്ത് ഡെപ്ത്, ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി തിയറി ഓഫ് കൺസോൾട്ടേഷൻ. The assumptions in this theory are the soil should be homogeneous and isotropic, the soil should be fully saturated, and the soil particle and water particles are incompressible, and the consolidation occur due to the expulsion of water from the void. കൺസോൾട്ടേഷൻ നടക്കുന്നത് എക്സ്പെൽഷൻ കാരണമാണ്, അല്ലാതെ സോയിലും വാട്ടറും കംപ്രസ് ചെയ്തിട്ടല്ല. ആ വാട്ടർ എസ്കേപ്പ് ചെയ്ത് അവിടെ ഒരു വോയിഡ് ക്രിയേറ്റ് ചെയ്യും, അത് പാർട്ടിക്കിൾസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അടുത്തേക്ക് വന്നിട്ടാണ് കൺസോൾട്ടേഷൻ നടക്കുന്നത്. ആൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി ഷുഡ് ബി സെയിം. ആ സോയിൽ, നമ്മൾ എടുക്കുന്ന സോയിലിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ പോയിന്റിലും കോഎഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി സെയിം വാല്യൂ ആയിരിക്കണം. ആൻഡ് ഡാർസിസ് ലോ ഷുഡ് ബി വാലിഡ്. ദെൻ സോയിൽ ഷുഡ് ബി ലാറ്ററലി കൺഫൈൻഡ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വൺ ഡയമെൻഷണൽ കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ ആ കേസിൽ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് വാട്ടർ എസ്കേപ്പ് ചെയ്യാൻ, എക്സ്പെൽ ചെയ്യാൻ അലോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ കേസിൽ മേലേക്കും താഴേക്കും മാത്രമാണ് അലോ ചെയ്യുന്നത്. സൈഡ് നമ്മൾ കൺഫൈൻ ചെയ്തിരിക്കുക, സൈഡിലേക്ക് വാട്ടർ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് കൺസോൾട്ടേഷൻ തിയറിയുടെ അസംഷൻ എന്ന് പറയുന്നത്. ഒരു സാച്ചുറേറ്റഡ് ക്ലേ ലെയർ കൺസിഡർ ചെയ്യുക വിത്ത് തിക്നെസ് എച്ച് ആൻഡ് പ്രഷർ ഓഫ് ഡെൽറ്റ സിഗ്മ, ഒരു ചെറിയൊരു ലോഡ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ക്ലേ ലെയറിനകത്തുള്ള വാട്ടർ അതതിൻ്റെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്ത ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ് ഇവിടെ ഓരോ പോയിന്റിലെയും കാണിച്ചിരിക്കുന്നത്. ടോപ്പ് ലെയറിൽ ഇവിടെ എ പോയിന്റിൽ കാണിച്ചിട്ടുണ്ട്, ബോട്ടം പോയിന്റിലെ ബി കാണിച്ചിട്ടുണ്ട്, മിഡിൽ ലെയറിലെയും കാണിച്ചിട്ടുണ്ട്. ഇനിഷ്യലി അവിടെ ഒരു എക്സസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവും, കാരണം എൻ്റയർ ലോഡ് ഈസ് ക്യാരിഡ് ബൈ ദ വാട്ടർ പാർട്ടിക്കിൾ. അവിടെ വരുന്ന എല്ലാ ലോഡും ആദ്യം എടുക്കുന്നത് വാട്ടർ പാർട്ടിക്കിളാണ്, പിന്നെയാണ് അത് സോയിലിലേക്ക് പോകുക. സോ ഇനീഷ്യലി ദ ഓൾ പ്രഷർ ഈസ് ടേക്കൺ ബൈ ദി വാട്ടർ ആൻഡ് എക്സസ് പ്രഷർ ഡെവലപ്സ്. Now then, when the water starts escaping towards the upper and lower layer, the excess hydrostatic developed will be decreased. നമ്മൾ വാട്ടർ എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, വാട്ടർ രണ്ട് സൈഡിലേക്കും വാട്ടർ എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എസ്കേപ്പ് ചെയ്യുന്നതോടുകൂടി അതിലുള്ള പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് നോക്കാം, ഇവിടെ ഇനിഷ്യലി വാട്ടർ പ്രഷർ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് AB എന്ന ലൈനിലാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ പിന്നെ ആ വാട്ടർ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും. സോ വാട്ടർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെല്ലെ അവിടുന്ന് വാട്ടർ പ്രഷർ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കും. വാട്ടർ പ്രഷർ താന്നിട്ടുണ്ടെങ്കിൽ എൻഡിലെ ഏറ്റവും ടോപ്പിലെയും ബോട്ടത്തിലെയും പെട്ടെന്ന് വാട്ടർ എസ്കേപ്പ് പോകും. അപ്പോൾ അവിടുത്തെ പ്രഷർ പെട്ടെന്ന് താഴും. എന്നാൽ മിഡിൽ ലെയറിൽ കുറച്ച് സമയം എടുക്കും വാട്ടർ എസ്കേപ്പ് ചെയ്യുന്നത്, മെല്ലെ മെല്ലെ പിന്നെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇനീഷ്യലി രണ്ട് സൈഡിലും പോവും, ഏറ്റവും പെട്ടെന്ന് വാട്ടർ എസ്കേപ്പ് ചെയ്യുന്നത് എൻഡിലെയാണ്, മിഡിൽ ലെയറിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വിത്ത് ഡെപ്ത് ആൻഡ് വിത്ത് ടൈം, ഡെപ്തിനനുസരിച്ച് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൽ വേരിയേഷൻ ഉണ്ട്, അതുപോലെ സമയത്തിനനുസരിച്ചുമുണ്ട്. സമയം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് പ്രഷർ പിന്നെ കുറഞ്ഞു വരികയാണ്. ഈ ഒരു വേരിയേഷൻ ആണ് തിയറി ഓഫ് കൺസോൾട്ടേഷൻ പറയുന്നത്. സോ ദി കൺസോൾട്ടേഷൻ പ്രോസസ്, ദ എക്സസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻ ദ മിഡിൽ ലെയർ ഓൾസോ ഡിക്രീസസ്. ഫൈനലി ദ ഹോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഹാസ് ബീൻ ഡിസിപ്പേറ്റഡ്. എല്ലാ പ്രഷറും ഫുള്ള് പുറത്തേക്ക് പോകും, ആ പ്രഷർ ഫുള്ള് കുറയും. Now the differential equation representing this consolidation theory is dou u by dou t is equal to Cv into dou square u by dou z square. ഇവിടെ u എന്ന് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്, അതിൻ്റെ വേരിയേഷൻ ആണ് ഈ തിയറി ഓഫ് കൺസോൾട്ടേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം t ആൻഡ് ഡെപ്ത് z. അപ്പോൾ dou u by dou t is equal to Cv into dou square u by dou z square എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വേരിയേഷൻ ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വിത്ത് ഡെപ്ത് ആൻഡ് ടൈം.
ഇവിടെ CV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ K/MV gamma W. K എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി, MV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് ആൻഡ് ഗാമ W എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. Now we have to discuss about the coefficient of consolidation. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ? കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലേ സോയിൽ, ഇപ്പോൾ സാച്ചുറേറ്റഡ് ക്ലേ സോയിൽ ഏത് സോയിലായാലും അതിനകത്ത് ലോഡ് വന്നാൽ, സ്റ്റാറ്റിക് ലോഡ് വന്നാൽ അത് കൺസോളിഡേഷൻ നടക്കും. പക്ഷേ ഓരോ ക്ലേ സോയിലിലെയും കൺസോളിഡേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ CV എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സോയിലിൻ്റെയും CV വാല്യൂ കണ്ടുപിടിച്ചാൽ, കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ വാല്യൂ കണ്ടുപിടിച്ചാൽ അതിൻ്റെ റേറ്റ് ഓഫ് കൺസോളിഡേഷൻ നമുക്ക് പറയാൻ പറ്റും. ഏതാണ് പെട്ടെന്ന് കൺസോളിഡേറ്റ് ആവുക, ഏതാണ് സമയം എടുക്കുക എന്നുള്ളത്. So the coefficient of consolidation CV is given by K/MV gamma W. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. K is the permeability coefficient, MV is the coefficient of volume change, gamma W is the unit weight of water. ഇനി also we have a different equation for CV. CV is given by TV d square by T, where TV is the time factor. യൂണിറ്റ് ഇല്ലാത്ത ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. D is the drainage path and small t is the time for consolidation. ഇപ്പോൾ ഒരു സോയിൽ, ക്ലേ സോയിൽ കൺസോളിഡേറ്റ് ആകുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ആൻഡ് ദ യൂണിറ്റ് ഓഫ് CV ഈസ് ഗിവൺ ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ പെർ ടൈം. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കാം. TV എന്ന് പറഞ്ഞാൽ നോ യൂണിറ്റ്, അതിന് യൂണിറ്റ് ഇല്ല. D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് സ്ക്വയർ ബൈ ടൈം വരിക. അപ്പോൾ ഡിസ്റ്റൻസ് സ്ക്വയർ ബൈ ടൈമാണ് CVൻ്റെ യൂണിറ്റ് വരിക. ഫോർ എക്സാമ്പിൾ മീറ്റർ സ്ക്വയർ പെർ മിനിറ്റ്, മീറ്റർ സ്ക്വയർ പെർ ഹവർ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ CVൻ്റെ യൂണിറ്റ് വരിക. Now in this equation coefficient of consolidation CV is equal to TV d square by T. അതിൽ TV എന്ന് പറഞ്ഞാൽ ടൈം ഫാക്ടർ ആണ്. ടൈം ഫാക്ടർ, if the degree of consolidation U represent the degree of consolidation. ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ എത്രത്തോളം കൺസോളിഡേഷൻ ആയി എന്നുള്ളതാണ്. അത് 60% അതിൽ കുറവാണെങ്കിൽ TV is equal to pi/4 into U/100 square. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ടൈം ഫാക്ടർ കണ്ടുപിടിക്കുക. And if the degree of consolidation is greater than 60, for U greater than 60, we have to use the second equation. TV is equal to 1.781 minus 0.933 log 100 minus U. ഇതിലെ U എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. അപ്പോൾ ഇങ്ങനെ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ അനുസരിച്ച് TV ഫാക്ടർ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. വേർ U is the degree of consolidation in percent and it is equal to settlement at time T by final settlement into 100. ഒരു സോയില് ഒരു ടൈം കഴിഞ്ഞാൽ എത്ര സെറ്റിൽമെൻറ്റ് നോക്കുക. ആ സെറ്റിൽമെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൺസോളിഡേഷൻ പെർസെൻറ്റേജ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ പ്രസന്റ് സെറ്റിൽമെൻറ്റ് ബൈ ടോട്ടൽ സെറ്റിൽമെൻറ്റ് ഇൻറ്റു 100, അങ്ങനെയും നമുക്ക് U വാല്യൂ പറയാം. അപ്പോൾ TV വാല്യൂ കണ്ടുപിടിക്കുന്ന നമ്മൾ രണ്ട് ഇക്വേഷൻ പറഞ്ഞു. നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. ഇഫ് U ഈസ് 50%, U വാല്യൂ 50% എന്ന് പറഞ്ഞാൽ അത് 60% കുറവാണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണം. TV equal to pi/4 into U/100 square. അതിൽ U 50% ഉപയോഗിക്കുക. You will get TV equal to 0.196. അതേപോലെ ഫോർ U equal to 60%. 60% ആണെങ്കിലും ആദ്യത്തെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60% ആണ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ you will get TV equal to 0.283 എന്ന് കിട്ടും. Now if U is 90%, 90% പറഞ്ഞാൽ 60%ൻ്റെ മേലേക്കാണ്. സോ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കണം. സോ ഫ്രം ദാറ്റ് യു വിൽ ഗെറ്റ് TV equal to 0.848 എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ അനുസരിച്ച് TV വാല്യൂ നമുക്കുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, U വാല്യൂ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ കൂടുന്നതിനനുസരിച്ച് TV വാല്യൂ കൂടുന്നുണ്ട്. കാരണം ആദ്യം 0.196, പിന്നെ 0.283, പിന്നെ 0.848. 60%, ആ ബൗണ്ടറി എന്ന് പറയുന്നത് 60% ആണ്. അതിൻ്റെ വാല്യൂ 0.283 ആണ്. ഈ വാല്യൂസ് ഒന്ന് മനസ്സിൽ വേണം, നമുക്ക് ആവശ്യമുള്ളതാണ്. നൗ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ CV equal to TV d square by T എന്നതിലെ TV എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഡ്രെയിനേജ് പാത്ത് D എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് പാത്താണ്. ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വാട്ടർ പാർട്ടിക്കിൾ ടു എസ്കേപ്പ് ഫ്രം ദി സോയിൽ. അപ്പോൾ കൺസോളിഡേഷൻ നടക്കുന്ന ഒരു സോയിലിൽ നിന്ന് വാട്ടർ എസ്കേപ്പ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ആ വാട്ടർ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ അതിൽ ആ പാർട്ടിക്കിൾസ് സഞ്ചരിക്കുന്ന ദൂരമാണ് ഡ്രെയിനേജ് പാത്ത് എന്ന് പറഞ്ഞാൽ, വാട്ടർ പാർട്ടിക്കിളിൻ്റെ സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ അത് മാക്സിമം സഞ്ചരിക്കുന്ന എത്രയാണോ അതിനെയാണ് നമ്മൾ ഡ്രെയിനേജ് പാത്ത് D എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ക്ലേ ലെയർ
കൺസോൾട്ടേഷൻ നടക്കുന്ന ക്ലേ ലെയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ മേൽഭാഗം പെർമബിൾ ലെയർ ആണ്, താഴ്ഭാഗം ഇൻപെർമബിൾ ലെയർ. ഇൻപെർമബിൾ ലെയർ എന്നാൽ താഴോട്ട് വെള്ളം പോകാൻ പറ്റില്ല, മേലോട്ട് മാത്രമേ പറ്റുള്ളൂ. സൈഡിൽ ഓൾറെഡി കൺഫൈൻഡ് ആണ്, അതുകൊണ്ട് സൈഡിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ മേലേക്ക് എന്ന് വെച്ചാൽ വൺ സൈഡഡ് ആണ്, ദാറ്റ് ഈസ് സിംഗിൾ ഡ്രെയിൻഡ് ആണ്. സിംഗിൾ ഡ്രെയിൻഡ് ആണെങ്കിൽ D = H എന്നാണ് പറയാം. കാരണം ഈ കേസിൽ വെള്ളം എക്സ്പെൽ ചെയ്യുകയാണെങ്കിൽ ഈ മേൽഭാഗത്തുള്ള വാട്ടർ ആണെങ്കിൽ പെട്ടെന്ന് മേലോട്ട് പോകാൻ പറ്റും. മിഡിലാണെങ്കിൽ ഈ തിക്നെസ് പകുതി സഞ്ചരിച്ചാണ്. എന്നാൽ ഏറ്റവും താഴെയുള്ള പാർട്ടിക്കിൾസ് ആണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ടി വരിക. ഇവിടെ നിന്ന് ഇത്രയും ദൂരം അതിന് സഞ്ചരിക്കണം. അത്രയും ദൂരം സഞ്ചരിക്കും. അത് D എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ് തന്നെയാണ്. സോ അങ്ങനെയാണ് D = H എന്ന് പറഞ്ഞത് ഫോർ സിംഗിൾ ഡ്രെയിൻ ആണ്. ഇനി ഫോർ ഡബിൾ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും പെർമബിൾ ലെയർ ആണെങ്കിൽ വാട്ടർ പാർട്ടിക്കിൾസ് ടോപ്പിലുള്ളത് മേലേക്ക് പോകാം, ബോട്ടത്തിലുള്ളത് താഴേക്ക് പോകാം. പക്ഷെ അതിൻ്റെ മിഡിലുള്ളതായിരിക്കും മേലേക്കും താഴേക്കും ഒരേ ദൂരമായിരിക്കും, നേരെ ഇതിൻ്റെ പകുതി. സോ മിഡിലുള്ള ഒരു വാട്ടർ പാർട്ടിക്കിൾസ് ഒന്നെങ്കിൽ മേലോട്ട് പോകാം അല്ലെങ്കിൽ താഴോട്ട് പോകാം. ആ ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ ഡ്രെയിനേജ് പാത്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു H/2 എന്ന് പറയുന്നത്, അതിൻ്റെ തിക്നെസ് ബൈ 2. സോ ഫോർ സിംഗിൾ ഡ്രെയിനേജ് D is equal to തിക്നെസ്, ഫോർ ഡബിൾ ഡ്രെയിനേജ് D is equal to തിക്നെസ് ബൈ 2 എന്ന് വരും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ക്ലേ ലെയർ 4 meter thick undergoes 50% consolidation in 1 year under double drainage condition. You have to determine the coefficient of consolidation. Now, if the coefficient of permeability is 0.02 meter per year, determine the coefficient of volume change. ഇതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു 4 meter തിക്കുള്ള ഒരു ക്ലേ ലെയർ ഉണ്ട്, അത് 50% കൺസോൾട്ടേഷൻ നടക്കാൻ 1 വർഷം എടുത്തു എന്ന് പറഞ്ഞു. അണ്ടർ ഡബിൾ ഡ്രെയിനേജ് കണ്ടീഷൻ. ഡ്രെയിനേജ് കണ്ടീഷൻ ഡബിൾ ഡ്രെയിനേജ് ആയിരിക്കുമ്പോൾ 50% കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് 1 year എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ സോയിലിൻ്റെ കോഫിഷ്യൻ ഓഫ് കൺസോൾട്ടേഷൻ എത്രയാണ്? പിന്നെ ചോദിച്ചിരിക്കുന്നത് കോഫിഷ്യൻ ഓഫ് പെർമബിലിറ്റി K വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ MV വാല്യൂ, കോഫിഷ്യൻ ഓഫ് വോളിയം ചേഞ്ച് കണ്ടുപിടിക്കും. ഓക്കെ, ഈ ക്വസ്റ്റിനകത്ത് 4 meter തിക്ക് ക്ലേ ലെയർ ആണ് തന്നിരിക്കുന്നത്. U വാല്യൂ 50% ആണ്, ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ 50% ആണ്, ടൈം 1 year ആണ്, ആൻഡ് K വാല്യൂ 0.02 എന്ന് തന്നത്. Now we have a CV, coefficient of consolidation is equal to TVD²/T. ഇതിൽ TV എന്ന് പറഞ്ഞാൽ ടൈം ഫാക്ടർ ആണ്, D ഡ്രെയിനേജ് പാത്ത് ആണ്, സ്മോൾ t എന്ന് പറഞ്ഞാൽ ടൈം ഫോർ കൺസോൾട്ടേഷൻ ആണ്. ഇവിടെ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ U എന്ന് പറയുന്നത് 50% ആണ്, ഇറ്റ് ഈസ് ലെസ് ദാൻ 60%. സോ വി ഹാവ് ദി ഫസ്റ്റ് ഇക്വേഷൻ ഫോർ TV. സോ ഇതിനകത്ത് നമ്മൾ TVൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ യു വിൽ ഗെറ്റ് TV is equal to 0.196 എന്ന് കിട്ടും. ആൻഡ് ഈ സോയിൽ ഡബിൾ ഡ്രെയിൻഡ് ആണ്, സോ ഡ്രെയിനേജ് പാത്ത് D is equal to H/2 എന്ന് വരും. ദാറ്റ് ഈസ് ഇവിടെ H എന്ന് പറയുന്നത് 4 meter ആണ്, സോ 4/2 D = 2 എന്ന് വരും. Now using the equation CV = TVD²/T, you will get CV is equal to 0.784 meter² per year എന്ന് കിട്ടും. അങ്ങനെ ഇവിടെ TV എന്ന് പറഞ്ഞാൽ 0.196 ആണ്, D എന്ന് പറഞ്ഞാൽ 2 meter ആണ്, ടൈം എന്ന് പറഞ്ഞാൽ 1 year. ഇവിടെ CVൻ്റെ യൂണിറ്റ് വരിക മേലുള്ള ഡിസ്റ്റൻസ് സ്ക്വയർ ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, ടൈം ഇയറിലാണ്, അതുകൊണ്ട് meter²/year എന്ന് വരും അതിൻ്റെ യൂണിറ്റ്. സോ ഇതാണ് ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് MV കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ വി ഹാവ് ദി ഇക്വേഷൻ CV = K/MV γ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അതിൽ K എന്ന് പറഞ്ഞാൽ പെർമബിലിറ്റി, അത് ഗിവൺ 0.02 meter per year ആണ് തന്നിട്ടുണ്ട്. MV ആണ് കോഫിഷ്യൻ ഓഫ് വോളിയം ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. γW എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് വാല്യൂസ് 9.81 kN/m. നോ ഈ ഇക്വേഷനിൽ CV നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 0.784 meter². ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വി ക്യാൻ ഫൈൻഡ് ദി ഇക്വേഷൻ ഫോർ MV. MV is equal to K/CV γW എന്ന് വരും. സോ അതിനകത്ത് വാല്യൂസ് ഇൻപുട്ട് ചെയ്താൽ MV is equal to 0.02 divided by 0.784 into 9.81, you will get 2.6 into 10⁻³ meter²/kN എന്ന് വരും. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. Now another example, we have two clay layer A and B respectively 4 meter and 5 meter thick. രണ്ട് ക്ലേ ലെയർ ഉണ്ട്, എയും ബിയും. എന്റെ തിക്നെസ് 4 meter ആണ്, ബിന്റെ തിക്നെസ് 5 meter ആണ്. The time taken for layer A to reach 50% consolidation is 6 months. A എന്ന ക്ലേ 50% consolidation എത്താൻ 6 മാസം എടുത്തു എന്നാണ്. Then calculate the time taken by layer B to reach the same degree of consolidation. അങ്ങനെയാണെങ്കിൽ ലെയർ ബി, ക്ലേ ലെയർ ബി 50% കൺസോൾട്ടേഷൻ എത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. ഇവിടെ ബി എന്ന ലെയറിൻ്റെ തിക്നെസ് വ്യത്യാസമുണ്ട്, അപ്പോൾ സെയിം ആവില്ല. ആൻഡ് ഓൾസോ ദി കോഫിഷ്യൻ്റ് ഓഫ് കൺസോൾട്ടേഷൻ ഓഫ് ലെയർ ബി ഈസ് ഹാഫ് ദാറ്റ് ഓഫ് എ.
എന്ന് വെച്ചാൽ എ എന്ന ലെയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ്റെ പകുതിയാണ് ബി എന്ന ലെയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ. ആൻഡ് ഓൾസോ ബോത്ത് ദി ലെയേഴ്സ് ഹാവ് സിംഗിൾ ഡ്രെയിനേജ്. എക്കും ബിക്കും സിംഗിൾ ഡ്രെയിൻഡ് ആണ്. ഓക്കെ, നൗ ഈ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഡാറ്റാസ് നോക്കുന്നത് ഫോർ ലെയർ എ ദ തിക്നെസ് ഈസ് 4 meter, ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ഈസ് 50%, ടൈം 6 months ആണ്. ആൻഡ് സിംഗിൾ ഡ്രെയിൻഡ് ആയതുകൊണ്ട് ഡി ഇസ് ഈക്വൽ ടു എച്ച് തിക്നെസ് ആവും, ഇറ്റ് ഈസ് ഈക്വൽ ടു 4 meter വരും. ആൻഡ് സി വി എ കോഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു നമുക്ക് അറിയില്ല എത്രയെന്ന്, സോ വി കോൾ ഇറ്റ് ആസ് സി വി എന്ന് വിളിക്കാം. നൗ ഫോർ ദി ലെയർ ബി thickness is given as 5, u degree of consolidation is same as that of A, that is 50%, and we have to calculate the time. Now the drainage path is single drain, so D is equal to the thickness, it is equal to 5 meter for layer B. Now the coefficient of consolidation of B is given as coefficient of A divided by 2, that is CB by 2. Okay, we have the coefficient of consolidation CB equal to TV D square by T. Now TV for layer A we have U is equal to 50%. എൻ്റെ കേസിൽ U 50% തന്നു, സോ ടൈം ഫാക്ടർ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. യു വിൽ ഗെറ്റ് 0.196 എന്ന് കിട്ടും. നൗ സി വി ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ ടി. അപ്പോൾ ഇതിനകത്ത് ആ വാല്യൂസ് കൊടുത്താൽ 0.196 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്, 4/6 months ആണ് ടൈം. യു വിൽ ഗെറ്റ് 0.523 meter square per month എന്ന് കിട്ടും. ദിസ് ഈസ് ദി സി വി ഫോർ എ ലെയർ, ആദ്യത്തെ ലെയർ. ഇവിടെ മീറ്റർ സ്ക്വയർ പെർ മന്ത് എന്ന് വരാൻ കാരണം ഡിസ്റ്റൻസ് സ്ക്വയർ ബൈ ടൈം, ഡിസ്റ്റൻസ് ഇവിടെ മീറ്ററിലാണ്, ടൈം മന്തിലാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട്. നൗ ഫോർ ലെയർ ബി യു ഈസ് 50%, രണ്ടും സെയിം ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ആണ്. സോ യു വിൽ ഗെറ്റ് ടി വി 0.1, നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ 0.196 എന്ന് കിട്ടും. നൗ സി വി ബി ഈസ് ഈക്വൽ ടു സി വി എ ബൈ 2. എ ലെയറിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ്റെ പകുതിയാണെന്ന് നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞു. സോ സി വി ബി എന്ന് പറഞ്ഞാൽ 0.523/2, അത് നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ പകുതി വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.2615 എന്ന് വരും. ഇനി ഇത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ സി വി ഈക്വൽ ടു 0.2615 ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ ടി. നമ്മൾ ഇക്വേഷൻ നിന്ന് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ടി. ടി ഈസ് ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ സി വി എന്ന് വരും. സോ വാല്യൂസ് ഇതിൽ കൊടുത്താൽ യു വിൽ ഗെറ്റ് ടി ഈസ് ഈക്വൽ ടു 18.74 months എന്ന് വരും. അപ്പോൾ ലെയർ ബീൻ്റെ കോയിഫിഷ്യൻ്റ് വളരെ കുറവായതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും അത് കൺസോളിഡേഷൻ നടക്കാൻ. കാരണം കോയിഫിഷ്യൻ്റ് കുറവാന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് കൺസോളിഡേഷൻ കുറവാണ്, അപ്പോൾ ഒരുപാട് സമയം എടുക്കും. സോ ഇറ്റ് ടേക്സ് അറൗണ്ട് 18.74 months. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോയിഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. Now another example, a 3 meter thick clay layer beneath a building is overlain by a permeable stratum. ഒരു സോയില്, ബിൽഡിങ്ങിന് താഴെ ഒരു സോയിൽ ഉണ്ട്, ഒരു ക്ലേ ലെയർ ഉണ്ട്, 3 meter ആണ് തിക്ക്. ആൻഡ് ആ ക്ലേ ലെയറിൻ്റെ മേലെ, ഓവർലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു പെർമബിൾ സ്റ്റാറ്റ് ഉണ്ട്. ആൻഡ് ഈസ് അണ്ടർലൈൻ ബൈ ഇംപെർവിയസ് റോക്ക്. ക്ലേ ലെയറിൻ്റെ അണ്ടർലൈൻ താഴെയായിട്ട് ഒരു ഇംപെർവിയസ് റോക്ക്, എന്ന് വെച്ചാൽ പെർമബിലിറ്റി ഇല്ലാത്ത റോക്കാണ്. Now the coefficient of consolidation of clay layer is given as 0.025 centimeter square per minute തന്നിട്ടുണ്ട്. And the final expected settlement, total final settlement എന്ന് പറഞ്ഞാൽ 8 centimeter ആണ്. Now question is, first one, how much time will it take for 80% total settlement to take place? B, determine the time required for 2.5 centimeter settlement. And C, compute the settlement that would occur in 1 year. ഇങ്ങനെ ക്വസ്റ്റിനകത്ത് 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് ആ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കേസ്. ഒരു ക്ലേ ലെയർ 3 meter തിക്നെസ് ആണ്. ക്ലേൻ്റെ ഓവർലൈൻ എന്ന് വെച്ചാൽ അതിൻ്റെ മേലെ പെർമബിൾ സ്റ്റാറ്റ് ആണ്, താഴെ ഇംപെർവിയസ് റോക്കാണ്. ഇങ്ങനെ തരാൻ കാരണം ഈ കേസിൽ വാട്ടർ മേലേക്ക് മാത്രമേ എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രം. ദാറ്റ് മീൻസ് ഇത് സിംഗിൾ ഡ്രെയിൻഡ് കണ്ടീഷനാണ്, ഡബിൾ ഡ്രെയിൻഡ് അല്ലാത്ത. കാരണം താഴെ ഇംപെർവിയസ് അതുകൊണ്ട് വെള്ളം താഴോട്ട് പോകില്ല. സോ ഇത് സിംഗിൾ ഡ്രെയിനേജ് ആണ്. ഓക്കെ, നൗ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ സി വി ഈസ് ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ ടി. നമ്മൾ ഓൾറെഡി അതിൻ്റെ ടേംസ് പറഞ്ഞതാണ്. ആൻഡ് ഇൻ ദിസ് സി വി ഈസ് ഗിവൺ ആസ് 0.025 centimeter square per minute ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് ഈസ് ഈക്വൽ ടു 8 cm. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ 80% സെറ്റിൽമെന്റ്. 80% സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 80% ആണ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ യു എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് 80%. അത് 60%-ന്റെ മേലെ ആയതുകൊണ്ട്
ഫോർ ഫൈൻഡിങ് ടി വി വി ഹാവ് ടു യൂസ് ദി സെക്കൻഡ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക. ഈ ഇക്വേഷനകത്ത് യു എന്ന് പറഞ്ഞാൽ 80% സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ടി വി ഈക്വൽ ടു 0.567 എന്ന് കിട്ടും. അപ്പോൾ ടി വി വാല്യൂ കിട്ടി 0.567. നൗ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദ ഡ്രെയിനേജ് പാത്ത് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡ്രെയിൻഡ് ആണ്. സോ ഡി ഈസ് ഈക്വൽ ടു എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 3 മീറ്റർ എന്ന് വരും. ഇവിടെ സിവിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് നമ്മൾ ഡീനെ മാറ്റി സെൻറ്റിമീറ്ററിലേക്ക് ആക്കി ഒരേ യൂണിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അത് 300 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നൗ യൂസിങ് ദിസ് ഇക്വേഷൻ സി വി ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ ടി ക്യാൻ ഫൈൻഡ് ദി ടൈം. 80% ടൈം കണ്ടുപിടിക്കാം. ടൈം ഈസ് ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ സി വി എന്ന് വരും. ടി വി 0.567 നമ്മൾ കണ്ടുപിടിച്ചു. ഡി എന്ന് പറഞ്ഞാൽ 300 ആണ്. സോ 300 സ്ക്വയർ ബൈ സി വി വാല്യൂ 0.025. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇത്രയും മിനിറ്റ് എന്ന് കിട്ടും. അത് വലിയൊരു വാല്യൂ ആണ്. സോ നമുക്കതിനെ ചെറുതാക്കി നമുക്ക് ഇയേഴ്സിലേക്ക്, മിനിറ്റിനെ അവറിലാക്കണമെങ്കിൽ ബൈ 60 ചെയ്താൽ മതി. അവറിനെ പിന്നെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഡേ വേണമെങ്കിൽ ഡേ ആക്കാം. ഡേ ആക്കണമെങ്കിൽ ബൈ 24 എന്ന് ചെയ്യുക. പിന്നെ ഡേ വേണമെങ്കിൽ മാസം ആക്കാം. മന്ത് ആക്കണമെങ്കിൽ ബൈ 13 ചെയ്യുക. മന്ത് ഇയർ ആക്കണമെങ്കിൽ ബൈ 12 ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് 3.94 ഇയേഴ്സ് എന്ന് കിട്ടി. ഇത്രയും വർഷം എടുത്തു. അതിലെ 80% കൺസോൾട്ടേഷൻ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദി ടൈം റിക്വയർഡ് ഫോർ 2.5 സെൻറ്റിമീറ്റർ സെറ്റിൽമെൻറ്റ് ടു ഒക്കർ. ഇതേ ഇതിനകത്ത് 2.5 സെൻറ്റിമീറ്റർ സെറ്റിൽമെൻറ്റ് നടക്കണമെങ്കിൽ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. വി ഹാവ് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ യു എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് അറ്റ് എ ടൈം ടി ബൈ ഫൈനൽ സെറ്റിൽമെൻറ്റ്, ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. സോ യു എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ സെറ്റിൽമെൻറ്റ് ആവാൻ എത്ര ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ ആണെന്ന് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. സോ യു ഈക്വൽ ടു 2.5 ബൈ 8 എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് 31.25 കിട്ടും. എന്ന് വെച്ചാൽ 2.5 സെൻറ്റിമീറ്റർ സെറ്റിൽ ആകുമ്പോഴേക്കും ആ സോയിൽ 31.25 കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ യു വാല്യൂ കിട്ടി. യു കിട്ടിയാൽ യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ടി വി ഈസ് ഈക്വൽ ടു, കാരണം ഇത് 60 കുറവായതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുക. ഇതിനകത്ത് യു വാല്യൂ 31.25 എന്ന് കൊടുത്താൽ യു വിൽ ഗെറ്റ് ടി വി ഈസ് ഈക്വൽ ടു 0.077 എന്ന് കിട്ടും. സോ നമുക്ക് ഈ കോഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷനകത്ത് സി വി നമുക്ക് ഓൾറെഡി അറിയാം, തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. ടി വി നമ്മൾ കണ്ടുപിടിച്ചു. ഡി നമുക്ക് അറിയാം 300 ആണ്. ഈ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബൈ ദി ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ടി ഫോർ 2.5 സെൻറ്റിമീറ്റർ സെറ്റിൽമെൻറ്റ്. ഇക്വേഷനകത്ത് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ഇൻപുട്ട് ചെയ്യുക. ഇത്രയും മിനിറ്റ് കിട്ടും നമുക്ക്. ആ മിനിറ്റ് നമ്മൾ വീണ്ടും ഇയേഴ്സിൽ കൺവേർട്ട് ചെയ്താൽ 0.53 എന്ന് വരും. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ സെറ്റിൽമെൻറ്റ് ആ സോയിൽ നടക്കാൻ 0.53 ഇയേഴ്സ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5-6 മാസം. ഓക്കെ. നൗ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദി സെറ്റിൽമെൻറ്റ് ദാറ്റ് വുഡ് ഒക്കർ ഇൻ 1 ഇയർ. ഒരു വർഷം കഴിഞ്ഞാൽ എത്ര സെറ്റിൽമെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഇവിടെ നോക്കുക, ടി എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ്. നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് സി വി വാല്യൂ തന്നിരിക്കുന്നത് മിനിറ്റിലായതുകൊണ്ട് ഈ ടൈം നമുക്ക് എന്ത് ചെയ്യണം, മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 ഇയർ എന്ന് പറഞ്ഞാൽ 365 ഡേയ്സ് ആണ്. അതിനെ കൺവേർട്ട് ചെയ്താൽ ഇത്രയും മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ. നൗ കോഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ സി വി ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടി വി വാല്യൂ, ഇവിടെ ടി വി എത്ര നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കാൻ ടി വി ഈസ് ഈക്വൽ ടു സി വി ടി ബൈ ഡി സ്ക്വയർ എന്ന് കൊടുത്താൽ ആ വാല്യൂസ് ഇൻപുട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 0.146. ഇനി ഈ വാല്യൂ 0.146 എന്ന് പറയുന്നത് 50% ആണെങ്കിൽ ടി വി വാല്യൂ 0.196 ആണ്. 60 ആണെങ്കിൽ 0.283 ആണ്. 90 ആണെങ്കിൽ 0.848. ഇത് നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞു. ഈ വാല്യൂസ് നോക്കിയാൽ നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ നോക്കിയാൽ അത് ഈ 50%യേക്കാളും താഴെയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് 60%ൻ്റെ താഴെയാണെന്ന് വരും അല്ലേ. സോ യു വാല്യൂ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ ആണ് 60%ൻ്റെ താഴെ. ഇനി 60%ൻ്റെ താഴെയാണെങ്കിൽ വി ക്യാൻ യൂസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ടി വി ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു യു ബൈ 100 സ്ക്വയർ എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ടി വിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 0.146 നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് യു കണ്ടുപിടിക്കാൻ പറ്റും. യു ഈക്വൽ ടു 43.12 എന്ന് കിട്ടും. Now we have u is equal to settlement at a time t by final settlement into 100 എന്നുണ്ട്. ഇതിൽ ഫൈനൽ സെറ്റിൽമെൻറ്റ് നമുക്ക് അറിയാം, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 8 ആണെന്നുള്ളത്. സോ 43.12 is equal to settlement at a time t by 8 into 100 എന്ന് പറയും. ഇതിൽ നിന്ന് സെറ്റിൽമെൻറ്റ് അറ്റ് ടൈം ടി, ആ ടി എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ് നമ്മൾ പറഞ്ഞു. 1 ഇയർ ഈക്വൽ ടു 3.45 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വർഷം കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കും.
Okay. Now we have to discuss about the consolidation settlement. സോയില് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ് കുറയുമെന്ന് നമ്മൾ പറഞ്ഞു. കുറയാണെങ്കിൽ എത്രയാണ് അത് കുറയുന്നത്, എത്രയാണ് ആ സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ വി ഹാവ് സം ഇക്വേഷൻസ്. നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ പ്രോബ്ലത്തിൽ കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അത് ബൈ യൂസിങ് സി വി ആണ്, സി വി വാല്യൂ ഉപയോഗിച്ചിട്ട്. സി വി വാല്യൂ അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വി ഹാവ് 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഇങ്ങനെ 3 മെത്തേഡ്സ് ഉണ്ട്. ഈ 3 മെത്തേഡിൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. In the first method, using coefficient of volume change, the settlement SF is equal to mv into delta sigma into h. So consolidation settlement കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. ഇതിൽ mv എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ab by 1 plus e0. ദെൻ ഡെൽറ്റ സിഗ്മ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ സ്ട്രെസ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ആണ്. h എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ ലെയർ. കൺസോൾട്ടേഷൻ നടക്കുന്ന ക്ലേ ലെയറിൻ്റെ ടോട്ടൽ തിക്നെസ് ആണ് h എന്നാണ്. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ അതിൽ എം ബി വാല്യൂ തന്നിരിക്കണം, കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ കണ്ടുപിടിക്കാൻ. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് വോയിഡ് റേഷ്യോ. ദ സെറ്റിൽമെൻറ്റ് കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് ഈസ് ഗിവൺ ബൈ h ഇൻറ്റു ഡെൽറ്റ ഇ ബൈ 1 പ്ലസ് e0. ഇതിൽ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ, E0 ആണെങ്കിൽ ഇറ്റ് ഈസ് ദി ഇനിഷ്യൽ വോയിഡ് റേഷ്യോ, ആൻഡ് എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ ലെയർ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഡെൽറ്റ ഐ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ എത്രയാണെന്നുള്ള അറിയണം, എന്നാലേ ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഇൻ ദി തേർഡ് മെത്തേഡ് യൂസിങ് കംപ്രഷൻ ഇൻഡെക്സ്. കംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ CC ആണ്, നമ്മൾ മുമ്പ് പരിചയപ്പെട്ടതാണ്. So by this method, settlement is equal to CC by 1 plus E0 into H into log sigma 0 plus delta sigma by sigma 0. ഇതിൽ CC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കംപ്രഷൻ ഇൻഡെക്സ് ആണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സാധാരണയായിട്ട് ഒരു സോയിലിൻ്റെ കേസിൽ കംപ്രഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വി ഹാവ് അനദർ മെത്തേഡ്. അൺഡിസ്റ്റർബ്ഡ് സോയിൽ ആണെങ്കിൽ CC വാല്യൂ കംപ്രഷൻ ഇൻഡെക്സ് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. 0.009 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് -10. ഇവിടെ WL എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് ആണ്, ആ സോയിലിൻ്റെ ലിക്വിഡ് ലിമിറ്റ് -10. ഇങ്ങനെ കണ്ടുപിടിക്കാം ഫോർ അൺഡിസ്റ്റർബ്ഡ് സോയിൽ. ഇനി റീമോൾഡ് സോയിൽ ആണെങ്കിൽ CC ഈക്വൽ ടു 0.007 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് -10 എന്ന്. ഇപ്പോൾ ഒരു കേസിൽ ഒരു ക്വസ്റ്റിനകത്ത് സോയിൽ ഏതാണെന്ന് പറഞ്ഞില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ അൺഡിസ്റ്റർബ്ഡ് സോയിലായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോയിൽ റീമോൾഡഡ് ആണെന്ന് പറഞ്ഞാൽ മാത്രം രണ്ടാമത്തെ ഇക്വേഷൻ എടുത്താൽ മതി, അല്ലെങ്കിൽ എല്ലാ കേസിലും നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഓക്കെ. ഞാൻ ഇക്വേഷനിലെ E0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ആണ്, H എന്ന് പറഞ്ഞാൽ ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ ലെയർ ആണ്, സിഗ്മ 0 പറഞ്ഞാൽ ഇനിഷ്യൽ സ്ട്രെസ് ഓൺ സോയിൽ, സോയിലിൽ ഉണ്ടാവുന്ന ഇനിഷ്യൽ സ്ട്രെസ് ആണ്, ഡെൽറ്റ സിഗ്മ പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഇൻക്രീസ് ഇൻ സ്ട്രെസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് CC വാല്യൂ കംപ്രഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ അറിയണം, എന്നാലേ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് 3 മെത്തേഡുകൾ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. A 2 meter thick clay stratum is overlain by 3.5 meter thick sand stratum and underlined by a rock. Saturated density of sand and clay are 1850 and 1980 kilogram per meter cube respectively. The groundwater table is at the ground level, and it has been estimated that the vertical stress intensity at the middle of the clay layer was likely to increase 50% due to the construction of a structure. Estimate the compression of the clay stratum. ഈ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 2 meter തിക്ക് ക്ലേ ലെയർ ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ഓവർലൈൻ ബൈ, അതിൻ്റെ മേലെ ഒരു 3.5 meter തിക്ക് സാൻഡ് ലെയർ ആണ്. അപ്പോൾ ക്ലേ 2 meter ആണ്, അതിൻ്റെ മേലെ 3.5 meter സാൻഡ് ഉണ്ട്, ആൻഡ് അതിൻ്റെ താഴെ ക്ലേൻ്റെ താഴെ അണ്ടർലൈൻ ബൈ റോക്കാണ്, താഴെ റോക്കാണ്. ഇനി ഇതിൽ സാൻഡും ക്ലേ ആണ് സോയിൽ തന്നിരിക്കുന്നത്. സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ഓഫ് സാൻഡ് ആൻഡ് ക്ലേ, സാൻഡിൻ്റെയും ക്ലേൻ്റെയും സാച്ചുറേറ്റഡ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സാൻഡിൻ്റെ ഡെൻസിറ്റി 1850ഉം ക്ലേൻ്റെ ഡെൻസിറ്റി 1980 ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്.
ഇനി ആ കേസിലെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവൽ തന്നെയാണ്, ഏറ്റവും മേലെ തന്നെയാണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സോയിലിൻ്റെ മേലെ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയപ്പോൾ അവിടെ സ്ട്രെസ് ഇൻക്രീസ് ബൈ 50%. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ഇൻക്രീസിന് സ്ട്രെസ് ഡെൽറ്റ സിഗ്മ എന്ന് പറയുന്നത് 50% ഓഫ് ഇനിഷ്യൽ സ്ട്രെസ് ആണ്. ഇപ്പോൾ ഇനിഷ്യൽ സ്ട്രെസ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അതിൻ്റെ 50% ആണ് സ്ട്രെസ് കൂടിയിരിക്കുന്നത്. വി ഹാവ് ടു എസ്റ്റിമേറ്റ് ദി കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻ്റ് ആണ്. നമുക്ക് ഈ ഒരു സോയിലിൻ്റെ ക്ലേൻ്റെ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കണം. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് എം ബി ഇസ് ഗിവൺ. അപ്പോൾ എം ബി തന്നിട്ടുണ്ട് 0.023 cm²/kg. ഇപ്പോൾ എം ബി തന്നാൽ വി ഹാവ് ടു യൂസ് ദി ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇതാണ് ആ കേസ് പറഞ്ഞതിൻ്റെ ഫിഗർ. ഇതാണ് ക്ലേ ലെയർ 2 മീറ്റർ ആണ്, അതിൻ്റെ മേലെ 3.5 മീറ്റർ സാൻഡ് ആണ്. ഏറ്റവും മേലെ ആണ് വാട്ടർ ടേബിൾ ഇരിക്കുന്നത്. ക്ലേൻ്റെ ഡെൻസിറ്റി 1980 സാൻഡിൻ്റെ ഡെൻസിറ്റി 1880 ഏറ്റവും താഴെ റോക്കാണ്. അപ്പോൾ ഈ നമ്മൾ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ക്ലേൻ്റെ മിഡിലാണ് കണ്ടുപിടിക്കുക. ഓക്കെ, സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാൻ എം വി വാല്യൂ തന്നതുകൊണ്ട് സെറ്റിൽമെൻറ്റ് ഈക്വൽ ടു എം ബി ഇൻറ്റു ഡെൽറ്റ സിഗ്മ എച്ച് എന്നാണ് ഇക്വേഷൻ വരിക. ഇവിടെ എം ബിൻ്റെ വാല്യൂ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് തന്നിട്ടുണ്ട് 0.023 cm²/kg തന്നിട്ടുണ്ട്. നമുക്ക് ഡെൽറ്റ സിഗ്മയും എച്ച് വരണം. എച്ച് ഓൾറെഡി തന്നിട്ടുണ്ട്. എച്ച് ഈസ് ദ ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ, അത് 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. എച്ച് ഈസ് ദ ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ 2 മീറ്റർ. ഡെൽറ്റ സിഗ്മ പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ആണ്. ഇൻക്രീസ് ഇൻ സ്ട്രെസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 50% ഓഫ് ഇനിഷ്യൽ സ്ട്രെസ് എന്നാണ്. ആദ്യത്തെ സ്ട്രെസ്സിനേക്കാൾ 50% കൂടിയതാണ്. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഒരു സോയിലിൻ്റെ കേസിൽ അവിടുത്തെ ഇനിഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലുള്ള സോയിലിൻ്റെ വെയിറ്റ് കാരണം ഉണ്ടാവുന്ന ഓവർബർഡൻ സ്ട്രെസ് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ്സാണ്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ ഓൾറെഡി 3ാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ക്ലേ ലെയറിൻ്റെ മിഡിലിൻ്റെ മേലേക്ക് എത്ര സ്ട്രെസ് ഉണ്ട്, നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദ മിഡിൽ ഓഫ് ദി ക്ലേ ലെയർ ഓവർലൈങ് സോയിൽ കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്. സോ ആദ്യം നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ടോട്ടൽ സ്ട്രെസ് സിഗ്മ കണ്ടുപിടിക്കണം. സിഗ്മ ഈ മിഡിൽ ലെയറിൻ്റെ മേലേക്കുള്ള സിഗ്മ എന്ന് പറഞ്ഞാൽ ആദ്യം ക്ലേ ആണ്. ക്ലേൻ്റെ ഡെൻസിറ്റി 1980 ആണ്. 1980 ഇൻറ്റു ക്ലേൻ്റെ തിക്നെസ്, ഇവിടെ പകുതി തിക്നെസ്സേ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം മിഡിലാണ്. സോ 1980 ഇൻറ്റു 1 എന്ന് വരും. പ്ലസ് മേലെ സാൻഡാണ്. സാൻഡിൻ്റെ ഡെൻസിറ്റി 1850 ആണ്. 1850 ഇൻറ്റു തിക്നെസ് ഓഫ് സാൻഡ് 3.5. സോ ഇതാണ് ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി പോർ വാട്ടർ പ്രഷർ യു കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 9. ഇവിടെ ഇതിൻ്റെ മേലേക്ക് എത്ര വാട്ടർ ടേബിൾ ഉണ്ടോ ആ ഹൈറ്റ് ഇൻറ്റു വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 9.81 ആണ്. ഇവിടെ 1 മീറ്റർ പ്ലസ് 3.5 ഉണ്ട്, അങ്ങനെ 4.5 മീറ്റർ വാട്ടർ ഉണ്ട്. സോ 9.81 ഇൻറ്റു 4.5 എന്ന് പറയും. ഇതാണ് പോർ വാട്ടർ പ്രഷർ യു. ഇനി എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷറാണ്. സോ ഈ രണ്ട് വാല്യൂ മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് എഫക്റ്റീവ് സ്ട്രെസ് ഈക്വൽ ടു 8410 എന്ന് വരും. 410.85. ഇതാണ് ഇനിഷ്യൽ സ്ട്രെസ്. നൗ ഡെൽറ്റ സിഗ്മ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 50% ഓഫ് ഇനിഷ്യൽ സ്ട്രെസ്. നമ്മൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ 50% ആണെന്ന് പറഞ്ഞു. സോ ഈ സ്ട്രെസ്സിൻ്റെ 50% കണ്ടുപിടിച്ചാൽ യു വിൽ ഗെറ്റ് ഡെൽറ്റ സിഗ്മ ഈസ് ഈക്വൽ ടു 4205 എന്ന് വരും. ഓക്കെ, സോ ബൈ ദി ഇക്വേഷൻ എസ് എഫ് ഈക്വൽ ടു എം വി ഡെൽറ്റ സിഗ്മ എച്ച്, അതിൽ എം വി 0.023 നമുക്ക് തന്നിട്ടുണ്ട്. അത് എല്ലാ വാല്യൂ എച്ച് ഒക്കെ മീറ്ററിലായതുകൊണ്ട് ഇത് സെൻറ്റിമീറ്ററിൽ നമുക്ക് സെൻറ്റിമീറ്ററിൽ നിന്ന് കൺവേർട്ട് ചെയ്തു ഞാനത്. ഇത് 0.023 ഇൻറ്റു 10⁻⁴ എന്ന് വരും. സോ ഇവിടെ എച്ചിൻ്റെ വാല്യൂ 2 മീറ്റർ ആണ്. ഡെൽറ്റ സിഗ്മ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ ആ ഇക്വേഷനിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എസ് എഫ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ, അത് 0.023 ഇൻറ്റു 10⁻⁴ ഇൻറ്റു അത് ഡെൽറ്റ സിഗ്മ ഇൻറ്റു എച്ച് എന്ന് വരും. സോ യു വിൽ ഗെറ്റ് എസ് എഫ് ഇസ് ഈക്വൽ ടു 0.02 മീറ്റർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. Now another example, a stratum of clay 8 meter thick, ഒരു ക്ലേ ലെയർ ഉണ്ട് 8 മീറ്റർ തിക്നെസ് ഉണ്ട്, ആൻഡ് ഹാസ് എ ലിക്വിഡ് ലിമിറ്റ് 45%. ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്. ലിക്വിഡ് ലിമിറ്റ് തന്നാൽ അത് സി സി വാല്യൂ കംപ്രഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ്. സോ ആ കംപ്രഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നൗ ദ സർഫസ് ഓഫ് ദ ക്ലേ ഈസ് 10 മീറ്റർ ബിലോ ദി പ്രസൻറ്റ് ഗ്രൗണ്ട് സർഫസിൽ നിന്ന് 10 മീറ്റർ താഴെയാണ് ക്ലേ ഇരിക്കുന്നത്. ക്ലേൻ്റെ വാട്ടർ കണ്ടൻറ്റ് 40% ആണ്. ജി വാല്യൂ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ 2.78 ആണ്.
സോയിൽ ബിറ്റ്വീൻ ഗ്രൗണ്ട് ലെവൽ ആൻഡ് ക്ലേ ഈസ് ഫൈൻ സാൻഡ്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൻ്റെയും ക്ലേൻ്റെയും ഇടയ്ക്ക് ഫൈൻ സാൻഡ് ആണ്. വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ 4.5 മീറ്റർ ബിലോ ഗ്രൗണ്ട് ലെവൽ. ദെൻ ദി സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ് തന്നിട്ടുണ്ട് 20 ആണ്. ആൻഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ് എബോവ് വാട്ടർ ടേബിൾ അത് 17 ആണ്. ക്ലേ നോർമലി കൺസോളിഡേറ്റഡ് ആണ്. ദ വെയിറ്റ് ഓഫ് ദ സ്ട്രക്ചർ എബോവ് ദ സോയിൽ ഇൻക്രീസ് ദി ഓവർഡൻ പ്രഷർ ഓൺ ദി ക്ലേ ബൈ 40 kN/m². അതിൻ്റെ മേലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയപ്പോൾ അവിടെ സ്ട്രെസ് 40 kN/m² കൂടി. എന്ന് വെച്ചാൽ ദിസ് ഈസ് ദി ഡെൽറ്റ സിഗ്മ. അപ്പോൾ ഡെൽറ്റ സിഗ്മ തന്നിട്ടുണ്ട് 40 ആണെന്ന്. വി ഹാവ് ടു എസ്റ്റിമേറ്റ് ദി സെറ്റിൽമെന്റ് ഓഫ് ദി ബിൽഡിംഗ്. ആ ബിൽഡിംഗ് എത്ര സെറ്റിൽ ആവും എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ബിൽഡിംഗ് സെറ്റിൽ ആവും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലേ സെറ്റിൽ ആവുന്നത് തന്നെയാണ് ബിൽഡിങ്ങിൻ്റെ സെറ്റിൽമെന്റ്. അത് തന്നെയാണ് കൺസോളിഡേഷൻ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലിക്വിഡ് ലിമിറ്റ് തന്നതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ CC ഉള്ള ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കേസ്. ക്ലേ ലെയർ ഉണ്ട്, അതിൻ്റെ ലിക്വിഡ് ലിമിറ്റ് 45% ആണ്, വാട്ടർ കണ്ടന്റ് 40 ആണ്, G വാല്യൂ 2.78 ആണ്, തിക്നെസ് 8 ആണ്. അതിൻ്റെ മേലെ സാൻഡ് ആണ്, ടോട്ടൽ 10 മീറ്റർ ഉണ്ട്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 10 മീറ്റർ ആണ്. ദെൻ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 4.5 മീറ്റർ താഴെയാണ് വാട്ടർ ടേബിൾ ഇരിക്കുന്നത്. സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ഓഫ് സാൻഡ് എന്ന് പറഞ്ഞാൽ 20 ആണ്. വാട്ടർ ടേബിളിൻ്റെ മേലേക്കുള്ള സാൻഡിൻ്റെ ഡെൻസിറ്റി 17 ആണ്. അത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, നൗ സെറ്റിൽമെന്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. SF is equal to CC/1 + E0 × H × log σ0 + ഡെൽറ്റ സിഗ്മ ബൈ σ0. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ സാധനവും കണ്ടുപിടിക്കണം. കംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് തന്നതുകൊണ്ട് ഫോർ അൺഡിസ്റ്റർബ്ഡ് സോയിൽ, ഇവിടെ ഏതാ സോയിൽ അത് പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ എടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.009 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് -10. ലിക്വിഡ് ലിമിറ്റ് 45% തന്നിട്ടുണ്ട്. സോ ബൈ യൂസിങ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് CC ആസ് 0.315 എന്ന് കിട്ടും. അപ്പോൾ CC വാല്യൂ കിട്ടി. ഇനി E0 കിട്ടണം. E0 പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ. H എന്ന് പറഞ്ഞാൽ ടോട്ടൽ തിക്നെസ് ആണ്, അത് 8 മീറ്റർ തന്നിട്ടുണ്ട്. σ0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഇനിഷ്യൽ സ്ട്രെസ്. ഇനിഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ സോയിലിൻ്റെ മിഡിലിൻ്റെ ക്ലേൻ്റെ മിഡിലിൻ്റെ മേലേക്ക് ഉണ്ടാവുന്ന സോയിൽ കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സാണ് ഇനിഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞത്. ഇവിടെ ഡെൽറ്റ സിഗ്മ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ സ്ട്രെസ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 kN/m² എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇനിഷ്യൽ വോയിഡ് റേഷ്യോ E0 കണ്ടുപിടിക്കണം. വി ഹാവ് എ ഇക്വേഷൻ WG = DS. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണിത്. കാരണം ഇവിടെ ക്വസ്റ്റിനകത്ത് Wയും Gയും തന്നിട്ടുണ്ട്. എസിൻ്റെ വാല്യൂയും കൂടി അറിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷേ സോയിലിൽ കൺസോളിഡേഷൻ നടക്കണമെങ്കിൽ സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആവണം. അപ്പോൾ ക്ലേ സാച്ചുറേറ്റഡ് ആണ്, അതിൻ്റെ മേലേക്കാണ് വാട്ടർ ടേബിൾ. അപ്പോൾ എന്തായാലും സാച്ചുറേറ്റഡ് ആണെങ്കിൽ എസിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് E0 1.112 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് σ0 ഇനിഷ്യൽ സ്ട്രെസ് ആണ്. ഇനിഷ്യൽ സ്ട്രെസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ക്ലേ ലെയറിൻ്റെ മേലേക്കുള്ള സോയിലിൻ്റെ സ്ട്രെസ് കണ്ടുപിടിച്ചാൽ മതി. സോ അതിന് ആദ്യം ക്ലേ ലെയറിൻ്റെ ഡെൻസിറ്റി കിട്ടണം. ഈ ക്വസ്റ്റ്യനിൽ ക്ലേ ലെയറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെയുള്ള വാല്യൂസ് വെച്ച് കണ്ടുപിടിക്കാം. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി. കാരണം ക്ലേ വാട്ടർ ടേബിളിൻ്റെ താഴെ ആയതുകൊണ്ട് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ആണ്. സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു G + E γW/1 + C. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ G നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാല്യൂ നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ചു. γW പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്, 9.81. അപ്പോൾ എല്ലാം അറിയാം. സോ നമുക്കത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് γsat = 18.1 kN/m³ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലേൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിച്ചു. ഇനി എഫക്റ്റീവ് സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ ആദ്യം ടോട്ടൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ക്ലേൻ്റെ പകുതിയിൽ നിന്ന് മേലേക്കുള്ള സ്ട്രെസ്. ആദ്യം ക്ലേ ആണ്. ക്ലേൻ്റെ ഡെൻസിറ്റി 18.1 ഇൻറ്റു ക്ലേൻ്റെ പകുതി തിക്നെസ് പറയുമ്പോൾ 4. 18.1 × 4 പ്ലസ് പിന്നെ ഈ ഇത്രയുള്ള സാൻഡാണ്, സാച്ചുറേറ്റഡ് സാൻഡ്. അതിൻ്റെ ഡെൻസിറ്റി 20 ആണ്. 20 ഇൻറ്റു ഈ തിക്നെസ്. ഈ തിക്നെസ് പറഞ്ഞാൽ ടോട്ടൽ 10 ആണ്. ഇവിടുന്ന് ഇതുവരെ 4.5 ആണെങ്കിൽ ബാക്കി 5.5 വരും. അപ്പോൾ 20 × 5.5 പ്ലസ് മേലോട്ട് 17 × 4.5 വരും. ടോട്ടൽ സ്ട്രെസ് കിട്ടി. ഇനി പോർ വാട്ടർ പ്രഷർ U. ഈ ക്ലേൻ്റെ പകുതിയിൽ നിന്ന് പോർ വാട്ടർ പ്രഷർ പറഞ്ഞാൽ ഇവിടെ നിന്ന് 9.81 ഇൻറ്റു വാട്ടർ ടേബിളിലേക്കുള്ള ഹൈറ്റ് ആണ്. ഇവിടെ മുതൽ ക്ലേൻ്റെ തിക്നെസ് പറഞ്ഞാൽ 4 മീറ്റർ പ്ലസ് ഇത് 5.5 മീറ്റർ ആണ്. അപ്പോൾ 9.81 ഇൻറ്റു 9.5 എന്ന് വരും. സോ യു വിൽ ഗെറ്റ് ദി പോർ വാട്ടർ പ്രഷർ. സോ അതിൽ നിന്ന് ഇനിഷ്യൽ സ്ട്രെസ്
effective stress is equal to total stress minus pore water pressure ചെയ്താൽ you will get 165.705 kilonewton per meter square എന്ന് വരും. അതാണ് initial stress. Now the settlement we can find by using this equation. അതിൽ SF is equal to CC നമ്മൾ ഓൾറെഡി എല്ലാ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാണ്. ആ ഇക്വേഷനിലെ വാല്യൂസ് കണ്ടുപിടിച്ച് വാല്യൂസ് കൊടുക്കുക. യു വിൽ ഗെറ്റ് ദി സെറ്റിൽമെന്റ് ഇസ് ഈക്വൽ ടു 0.112 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കൺസോളിഡേഷൻ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കുന്നത്. നൗ കൺസോളിഡേഷൻ സെറ്റിൽമെന്റ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്താണുള്ളത്. ഒരു സോയിൽ അത് ഫോം ചെയ്തത് മുതൽ, ആ സോയിൽ ഉണ്ടായത് മുതൽ അതിൽ പല പ്രഷർ, പല സ്ട്രെസ്സുകൾ അനുഭവപ്പെടുന്നുണ്ടാവും. പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ സോയിലിൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ അത് ഫോം ചെയ്തത് മുതൽ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും അനുഭവപ്പെട്ട മാക്സിമം സ്ട്രെസ്സിനെയാണ് നമ്മൾ പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിന് മുമ്പ് അത് കുറേ സ്ട്രെസ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രീ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എ സോയിൽ ഈസ് കൺസോളിഡേറ്റഡ് ബിഫോർ ദി സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് പ്രീ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം സ്ട്രെസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സോയിൽ ഇൻ ഇറ്റ്സ് ലൈഫ് ഹിസ്റ്ററി. ഒരു സോയിൽ എടുത്താൽ അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട സ്ട്രെസ്സാണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ പ്രീ കൺസോളിഡേഷൻ പ്രഷർ നമുക്ക് ഒരു സോയിലിൻ്റെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടു ഡിറ്റർമിൻ ദി പ്രീ കൺസോളിഡേഷൻ പ്രഷർ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു സോയിലിൻ്റെ ഈ ലോഗ് സിഗ്മ കർവ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ കർവ്. ഇയും ലോഗ് സിമയും കർവ് നമ്മൾ പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ കർവ് ലൈക്ക് ദിസ്. ഇങ്ങനെ വരും. ഇതിലെ ആദ്യത്തെ പോർഷൻ AB എന്ന് പറയുന്ന പോർഷൻ അത് ഓൾറെഡി കൺസോളിഡേഷൻ നടന്നപ്പോൾ ഉള്ള എഫക്റ്റാണ് AB എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റീകംപ്രഷൻ കർവ് എന്ന് പറയുന്നത്. അത് പ്രീ കൺസോളിഡേഷൻ ആണ്. പിന്നെ വരുന്ന CD പോർഷൻ, ഈ സ്ട്രെയിറ്റ് ലൈൻ പോർഷനാണ് കംപ്രഷൻ കർവ് എന്ന് വെച്ചാൽ പിന്നീട് ഉണ്ടാവുന്ന കൺസോളിഡേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ കർവ് വരയ്ക്കുക. പിന്നെ ഈ ഭാഗത്ത് വരുന്ന ഏറ്റവും മാക്സിമം കർവേച്ചർ പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ കേസിൽ E എന്നുള്ളൊരു പോയിന്റ് കിട്ടി, മാക്സിമം കർവേച്ചർ. ഇനി ചെയ്യേണ്ടത് ആ മാക്സിമം കർവേച്ചർ പോയിന്റിൻ്റെ ടാൻജന്റ് വരയ്ക്കും. ഇവിടെ നിങ്ങളൊരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ഇനി E എന്നുള്ളൊരു പോയിന്റിൽ ഒരു ഒറിസോണ്ടൽ ലൈനും വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഈ ലോഗ് സിഗ്മ കർവ് വരച്ചു, മാക്സിമം കർവേച്ചർ പോയിന്റ് കണ്ടുപിടിച്ചു, അവിടുന്ന് ടാൻജന്റ് വരച്ചു, അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈനും വരച്ചു. ഇത്രയാണ് ചെയ്തത്. ഇനി ചെയ്യേണ്ടത് ആ ടാൻജന്റിൻ്റെയും ഹൊറിസോണ്ടലിൻ്റെയും ആംഗിള് മെഷർ ചെയ്തിട്ട് ബൈസെക്ടർ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ആംഗിള് മെഷർ ചെയ്തു, അതിൻ്റെ കറക്റ്റ് പകുതിയിലൂടെ ലൈൻ വരയ്ക്കാം, ബൈസെക്ടർ വരയ്ക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ CD എന്ന സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ നേരെ കണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ആ ബൈസെക്ടറിനെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റാണ് P. ഈ P പോയിന്റ് നേരെ താഴോട്ട് നമുക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ലോഗ് സിഗ്മ ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ C. കണ്ടുപിടിക്കുന്നതോടെ പറയാം. ഈ ലോഗ് സിഗ്മ ഗ്രാഫ് വരക്കുക. ആ ഗ്രാഫിൻ്റെ മാക്സിമം കർവേച്ചർ പോയിന്റ് E കണ്ടുപിടിക്കുക. അവിടുന്ന് ഒരു ടാൻജന്റ് വരക്കുക, ഒരു ഹൊറിസോണ്ടൽ വരക്കുക. ആ ടാൻജന്റിൻ്റെയും ഹൊറിസോണ്ടലിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളിൻ്റെ ബൈസെക്ടർ വരക്കുക. പിന്നെ ഈ കർവിലെ സ്ട്രെയിറ്റ് ലൈൻ പോർഷനായ CD മേലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ബൈസെക്ടറിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഈ പ്രീ കൺസോളിഡേഷൻ പ്രഷർ ഉണ്ടാവാൻ ഒരു സോയിലിനകത്ത് മുമ്പ് കൺസോളിഡേഷൻ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ മേലെ മുമ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. മുമ്പ് ഏതെങ്കിലും ബിൽഡിങ് കെട്ടിയിട്ടുണ്ടാവും, പിന്നെ പൊളിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ മുമ്പ് ബിൽഡിങ് വന്നാൽ ഒരു സ്ട്രെസ് വരും, അത് കാരണം കൺസോളിഡേഷൻ ആവാം. അല്ലെങ്കിൽ അതിൻ്റെ മേലെ സോയിലിട്ടുണ്ടാവും, മുമ്പ് വലിയ ഒരു കുന്ന് സോയിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആ സോയിൽ മാറ്റി തരും, അപ്പോൾ മുമ്പ് അത് കൺസോളിഡേഷൻ നടന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഐസ് മെൽറ്റിംഗ് കാരണം ഉണ്ടാവാം. ടെക്ടോണിക് ഫോഴ്സ്, എർത്ത് കാരണം പ്രീ കൺസോളിഡേഷൻ നടക്കാം. ദെൻ കാപ്പിലറി പ്രഷർ കാരണം, ആ ഒരു പ്രഷർ കാരണം പ്രീ കൺസോളിഡേഷൻ നടക്കാം. ദെൻ സീപ്പേജ് ഫോഴ്സ്, താഴോട്ട് ഉണ്ടാകുന്ന ഹൈ സീപ്പേജ് ഫോഴ്സ് കാരണം, ആ പ്രഷർ കാരണം
പ്രീ കൺസോളിഡേഷൻ നടക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ടേം കൺസോളിഡേഷനിൽ വരുന്ന രണ്ട് ടേമാണ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേയും ഓവർ കൺസോളിഡേറ്റഡ് ക്ലേയും. ഇതെന്താന്ന് പറയാം. നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന എൻ സി എന്നാണ്. എൻ സി എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലേനകത്ത് ഇപ്പോൾ കറൻ്റ് അതിനകത്തൊരു സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനേക്കാളും വലിയൊരു സ്ട്രെസ് മുമ്പ് അതിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു ക്ലേനാണ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ എന്നാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഹാഡ് നോട്ട് ബീൻ സബ്ജക്റ്റഡ് ടു എ പ്രഷർ ഗ്രേറ്റർ ദാൻ ദി പ്രസന്റ് പ്രഷർ. ഇപ്പോഴുള്ള പ്രഷറിനേക്കാളും വലിയൊരു പ്രഷർ മുമ്പ് ഉണ്ടായിട്ടില്ല. അതാണ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ എന്നാണ്. ദ സ്ട്രെസ് ഇൻ ദ സോയിൽ അറ്റ് പ്രസന്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് മാക്സിമം. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്ട്രെസ് തന്നെയാണ് മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ. എന്നാൽ ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലേയിലെ ഇപ്പോഴുള്ള പ്രഷറിനേക്കാളും ഹൈ പ്രഷർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഹാഡ് ബീൻ സബ്ജക്റ്റഡ് ഇൻ ദ പാസ്റ്റ് ടു എ പ്രഷർ എക്സസ് ഓഫ് ദി പ്രസന്റ് പ്രഷർ. ഇപ്പോഴതിനേക്കാളും വലിയൊരു പ്രഷർ, ഹൈ പ്രഷർ മുമ്പ് ആ സോയിലിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി അത് കൺസോളിഡേറ്റഡ് ചെയ്തിട്ടുണ്ട് ആ സോയിൽ. ദാറ്റ് ഈസ് ദ സ്ട്രെസ് ഇൻ ദ സോയിൽ അറ്റ് പ്രസന്റ് ഈസ് ലെസ് ദാൻ ദി മാക്സിമം സ്ട്രെസ്. അപ്പോൾ ഇപ്പോഴുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ് അല്ല, അതിന് മുമ്പ് മാക്സിമം സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ള ടേമാണ് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ അല്ലെങ്കിൽ OCR എന്ന് പറയും. OCR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ ടു പ്രസന്റ് പ്രഷർ ആണ്. ദാറ്റ് ഈസ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ സോയിലുള്ള മാക്സിമം പ്രഷർ ഡിവൈഡ് ബൈ പ്രസന്റ് പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ കൺസോളിഡേറ്റഡ് ക്ലേ ആണെങ്കിൽ NC ആണെങ്കിൽ പ്രസന്റ് പ്രഷറും മാക്സിമം പ്രഷറും സെയിം ആണ്. അപ്പോൾ ഈ OCRൻ്റെ വാല്യൂ വിൽ ബിക്കം 1 എന്ന് വരും ഫോർ NC നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ. ഫോർ ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ OC ആണെങ്കിൽ പ്രസന്റ് പ്രഷറിനേക്കാളും ഹൈ ആണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ, വലിയൊരു പ്രഷർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ പ്രീ കൺസോളിഡേഷൻ പ്രഷർ ഹൈ വാല്യൂ വരും, താഴെ സ്മോൾ വാല്യൂ വരും. അപ്പോൾ OCRൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് വരും ഫോർ ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ. ഓക്കെ, നമ്മൾ ഈ ഒരു ലെക്ചറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് തിയറി ഓഫ് കൺസോളിഡേഷൻ തിയറി എന്താണെന്ന് പറഞ്ഞു. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ കോഎഫിഷ്യൻ്റ് എന്താണ്, അതെങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക. ദെൻ കൺസോളിഡേഷൻ കാരണം ഉണ്ടാകുന്ന സെറ്റിൽമെൻറ്റ്, സോയിൽ താഴോട്ട് സെറ്റിലാവും, ആ സെറ്റിൽമെൻറ്റ് എത്രയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. ദെൻ എന്താണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ, അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, Now the coming lecture we have to discuss about what is consolidation test. എങ്ങനെയാണ് കൺസോളിഡേഷൻ ടെസ്റ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.